കാസർഗോഡ് ഒരു പ്രതിഷേധമുണ്ടാവുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി ഇപ്പോൾ കാസർഗോഡ് നടക്കുകയാണ്. പോലീസുമായി തർക്കമുണ്ടാകുന്നു. കുട്ടി മരിച്ചതിലാണ് പ്രതിഷേധം. ചികിത്സാ പിഴവ് ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ബന്ധുക്കൾ ഉന്നയിച്ചതാണ്. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി നടക്കുന്നു. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ്, ഈ പ്രതിഷേധം നടക്കുന്നത് എവിടെയാണ്? പോലീസ് നടപടി ഉണ്ടായോ? രതീഷ്, കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുൻപിലാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരപരിപാടി അരങ്ങേറുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ബേഡക്കം സ്വദേശിയായ 9 വയസ്സുകാരനായ ഇയാസ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരണപ്പെടുന്നത്. അത് ചികിത്സാ പിഴവാണെന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കളടക്കം ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ വീട്ടിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധ പരിപാടികളുണ്ടാവും എന്നുള്ള സൂചനയും നൽകിയിരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 250ഓളം പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോൾ ആശുപത്രിയുടെ പ്രധാന ഗേറ്റ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ ആംബുലൻസുകളടക്കമുള്ള വാഹനങ്ങൾ തടസ്സമില്ലാതെ കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ പോലീസ് കൃത്യമായ രീതിയിൽ ഇത്രത്തോളം ഒരു വലിയ മാർച്ച് നേരിടാൻ സജ്ജമായ രീതിയിൽ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി വരുന്നത്. മാത്രമല്ല ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളും തന്നെ ഇവിടെ ഉയർത്തിയിട്ടില്ല. എന്തായാലും ഇവിടെ ആശുപത്രി അധികൃതർക്കെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാൻ പോലും ഉള്ള അത്തരത്തിലേക്കുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിട്ടില്ല. രതീഷ്, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാസർഗോഡ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി നടക്കുന്നത്. ഗൗരവമുള്ളൊരു പരാതിയാണ്. 9 വയസ്സുള്ള കുട്ടി, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, ശസ്ത്രക്രിയയ്ക്കിടെ മരണം സംഭവിച്ചു എന്ന ആരോപണം ഇന്നലെ ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സർക്കാരിനെതിരായ ഒരു സമരം എന്ന നിലയിൽ തന്നെ ഡിവൈഎഫ്ഐ ആ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. ആശുപത്രിക്കുള്ളിലേക്ക് ഓടിക്കയറാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചു. അവരെ പോലീസ് പിന്നാലെ എത്തി പിടികൂടുകയായിരുന്നു. അതിനിടയിൽ ഒരു പോലീസുകാരൻ നിലത്ത് വീഴുന്നതുൾപ്പെടെ ദൃശ്യങ്ങളുണ്ട്.